ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് അരിമ്പാറ, കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ മുഖത്തിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് അല്ലേ. ചിലർക്ക് കൈയിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്, വിരലുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊലി കളയണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം നീരുള്ള ഇഞ്ചി ആയിരിക്കണം എന്ന് മാത്രം. ഇച്ചിരി ചള്ളി ഇഞ്ചി കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ ആ മുറിച്ചൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത്, അതായത് വെള്ളം, ഇഞ്ചിയുടെ നീര് വരുന്ന ഒരു ഭാഗമല്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് സൈഡാക്കി കട്ട് ചെയ്തിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ അരിമ്പാറ എവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ നീര് ആ അരിമ്പാറയിൽ നന്നായിട്ടൊന്ന് തട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കുറച്ച് നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിയിലുള്ള നീര് സ്വാഭാവികമായിട്ട് വറ്റുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ ലെയർ, അതായത് ഇഞ്ചിയുടെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് നൈസാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അതിനകത്തുള്ള ആ ഒരു വെള്ളം വീണ്ടും വരും, അതായത് അതിൻ്റെ നീര്. ആക്ച്വലി നമുക്ക് വേണ്ടത് ഇഞ്ചി നീര് ഇതേപോലെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ആ അരിമ്പാറയിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇഞ്ചി മാക്സിമം നമ്മൾ ഇഞ്ചി കംപ്ലീറ്റ് ചെത്തി പോകുന്ന രീതിയിൽ ഓരോ ലെയർ വീതം കട്ട് ചെയ്ത് നീര് വറ്റുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഒരു ദിവസം ഒരു 15-20 മിനിറ്റോളം ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അരിമ്പാറ പതിയെ ചുരുങ്ങി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയും ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ടിപ്പാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾക്ക് കണ്ണിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു അരിമ്പാറ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കണ്ണിൻ്റെ പുരുകത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കവിളത്തൊക്കെ നന്നായിട്ട്, കവിള് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഭാഗങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും മുഖത്ത് ഇതൊരിക്കലും പരീക്ഷിക്കരുത്. കാരണം എങ്ങാനും കണ്ണിലേക്ക് ഇതിൻ്റെ നീര് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴുത്തിന് കീഴ്പോട്ടുള്ള ഏത് ഭാഗത്തുള്ള അരിമ്പാറ ആയാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.